നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് ബാലിന്റെയും ഗോമതിയുടെയും വിശേഷങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെങ്കിലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രീദേവിയും ആനന്ദ് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊരു ചിന്തയിലായിരുന്നു മിത്രയും മീനാക്ഷിയും. കാരണം ശ്രീദേവിയുടെ അടിക്കാനായിട്ട് കൈ ഓങ്ങുന്നതൊക്കെ മിത്രയും മീനാക്ഷി ശരിക്കും കണ്ടാണ്. പക്ഷേങ്കില് ശ്രീദേവി ഇതെന്ന് തർക്കിക്കുകയോ ചെയ്തേ. ആനന്ദ് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ശ്രീദേവിയോട് മീനാക്ഷി വെച്ചു, സത്യം പറയാടുത്തി, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്കത് മനസ്സിലായി. ആനന്ദേട്ടനെ അടിക്കാൻ കൈ ഓങ്ങിയതാ, ഞങ്ങളോട് കള്ളത്തരം പറയണ്ടെന്ന് പറഞ്ഞു. ശ്രീദേവിക്ക് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. എന്താ ദേവിയെടുത്തി എന്താണെങ്കിലും ഞങ്ങളോട് പറയാൻ പറഞ്ഞു. ഒന്നുമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ദേവിയെടുത്തി സങ്കടപ്പെടുവൊന്നും വേണ്ട, ഞങ്ങൾക്കറിയാം കുഞ്ഞു പോയ വിഷമല്ലേ, ആനന്ദേട്ടൻ എല്ലാവരോടും ദേഷ്യമാണ് ആയിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. ശ്രീദേവി പറഞ്ഞു, അതെ ആനന്ദേട്ടന് ഇപ്പൊ എല്ലാവരും ദേഷ്യമുണ്ട്, എന്നോട് പോലും ദേഷ്യമുണ്ട്, കാരണം ഞാൻ കുഞ്ഞിനെ കളഞ്ഞെന്നൊരു ചിന്തയാന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, എനിക്ക് അപ്പോഴേ തോന്നിയത്. സാരമില്ലാടത്തി, അതൊക്കെ ശരിയാവെന്ന് പറഞ്ഞു. അല്ലാതെ ശ്രീദേവിക്ക് പറയാൻ പറ്റില്ലോ തന്റെ വീട്ടുകാരുടെ ചതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരും തന്നെ വെറുക്കും. ഈ കുടുംബത്തെ മൊത്തം ചതിക്കാണ്ട് താൻ കൂട്ടുതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ മിക്കവാറും ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ അടിച്ചു പുറത്താക്കുന്നൊരു ചിന്ത ദേവിയുടെ മനസ്സിലുണ്ടായി. അതൊരു കാരണവശാലും പാടില്ല. ഇവർ ഒത്തിരി പാവമാണ്. തനിക്കൊരു വേദനയും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സഹിക്കില്ല. മീനാക്ഷിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ശ്രീദേവി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. മിത്രയും മീനാക്ഷിയും ഇടവും വല്ലം തിന്ന്. മിത്ര പറഞ്ഞു, എന്തിനാ എടുത്തി വിഷമിക്കണേ, ഇനി കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവാതിരിക്കത്തില്ലോ, ഇനി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആനന്ദേണ്ട ഈ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറും, ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങളല്ലേ വാക്ക് പറയണേന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി അങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്ത് ഉദയഭാനൊരു നല്ല ടെൻഷനാ. കാരണം ആനന്ദ് ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭാര്യയുടെ എല്ലാം കൂടെ ബാലനോട് തുറന്നു പറയും. താൻ വെറും ഉദയഭാനു മാത്രമാണെന്നുള്ള കാര്യം ബാലൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അതോടുകൂടി തൻ്റെ മോളുടെ ജീവിതവും തീർന്നു. അങ്ങനെ ഒടുവിൽ വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് ഉദയഭാനു ചായക്കടയിൽ വന്ന് ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആനന്ദ് അതിലൂടെ വരുന്നതുകൊണ്ട് ആനന്ദിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഉദയഭാനു ടെൻഷനായി. ദൈവമേ, ഇനി ഇവനെങ്ങാനും ഇങ്ങോട്ടേക്ക് കയറി വരുമോ, എന്തെങ്കിലും ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും വിളിച്ചു പറയുമോ എന്നൊരു ചിന്ത കാരണം പെട്ടെന്ന് എന്ത് ചെയ്തു, ഉദയഭാനു തല കുണിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഭാഗ്യത്തിന് ആനന്ദ് അതിലൂടെ ഒന്ന് കടന്നു പോയതേ ഉള്ളൂ. ഉദയഭാനു ഓർത്തു, ഇവൻ കാരണം തൻ്റെ മോളുടെ ജീവിതം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒരു കാരണവശാലും സ്വസ്ഥത സമാധാനം കിട്ടത്തില്ല. നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് താൻ ഈ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചേ. അപ്പം പിന്നെ അവള് വീട്ടിൽ വന്ന് നിന്നാൽ എങ്ങനെ ശരിയാവും? കഴിക്കാനെടുത്ത് ഉദയഭാനു കഴിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. സാധാരണ അങ്ങനെയൊന്നുമല്ല, ഉദയഭാനു കടയിൽ കയറിട്ടാണ് നന്നായിട്ട് വാങ്ങിച്ച് കഴിക്കുന്ന. പക്ഷേ എങ്കിൽ അന്ന് ഉദയഭാനു കഴിക്കാൻ പറ്റുന്നില്ല, തൊണ്ടേന്ന് ഇറങ്ങണില്ല. തൻ്റെ മോളുടെ ജീവിതം താൻ കാരണം നശിച്ചു പോകുന്നൊരു ചിന്ത. അപ്പൊ ആനന്ദിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കരുത്, അവളെ കൈയൊഴിയെന്നൊക്കെ. പക്ഷെ ആനന്ദ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ ചതിക്കാൻ പകരം വീട്ടുമെന്നൊരു ചിന്ത ആനന്ദിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അത് ഉദയഭാനുയോട് പറഞ്ഞുകൊണ്ടാണ് ഉദയഭാനു ഇത്രമാത്രം ടെൻഷനുള്ളത്. ഇത്രയും കാലം താൻ കഷ്ടപ്പെട്ടത് വെറുതെ ആവുമല്ലോ. അല്ലെങ്കിൽ തന്നെ ശ്രീദേവിക്ക് ആദ്യം മുതലേ കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് പറഞ്ഞ. പക്ഷെ ഉദയഭാനു ഒക്കെ സമ്മതിക്കാത്തതുകൊണ്ടാണ്. ദേവമോളുടെ ജീവൻ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദേവമോള് വെറുതെ ഇരിക്കില്ല, പിന്നെ അവള് വല്ല കടുങ്കൈ ചെയ്യും. അവൾ അത്രമാത്രം ആ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട് ദേവമംഗലത്തെ എന്നുള്ള കാര്യം ഉദയഭാനു അറിയാം. ഉദയഭാൻ്റെ ഉള്ള സമാധാനവും പോവുകയും ചെയ്തു. അങ്ങനെ അന്ന് വൈകുന്നേരമായി. ആനന്ദ് പതിവ് പോലെ തന്നെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നാലും മുറിയിൽ ശ്രീദേവിയുടെ അടുത്ത് ഇരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. ശ്രീദേവി സംസാരിച്ചു തന്നാലും ആനന്ദ് കൂട്ടാക്കിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് ശ്രീദേവി കിടക്കുവാണ്. ആനന്ദിനെ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ആനന്ദ് എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് ശ്രീദേവി ഒന്ന് മയങ്ങി കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിനെ കാണുന്നില്ല. ആനന്ദൻ ഇത് എവിടെ പോയെന്നൊക്കെ ആലോചിക്കുകയാണ്. പിന്നീട് ഹാളിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഇല്ല. ഇനിയിപ്പോൾ ടെറസിലേക്ക് എങ്ങനെ പോയി കാണുമോ അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ തിന്നെ വന്ന് കിടക്കുന്നുണ്ട്. അവിടെ വന്ന് വെറുതെ ഇങ്ങനെ വെറും തറയിൽ ഇങ്ങനെ കിടക്കുവാണ്. ആ കാഴ്ച കണ്ടപ്പോൾ ശ്രീദേവിക്ക് ഭയങ്കര വിഷമമായി. ശ്രീദേവിക്ക് ആനന്ദിനെ വിളിക്കണമെന്നുണ്ട്, പക്ഷെ താൻ വിളിച്ചുകൊണ്ടായില്ല. താൻ വിളിച്ചിട്ടുണ്ട് തന്നോട് ചിലപ്പോൾ ദേഷ്യപ്പെടും. എന്നാലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതിയിട്ട് ആനന്ദിനെ വിളിക്കുവാണ്. ആനന്ദേട്ട എഴുന്നേറ്റ് വാ, അകത്ത് വന്ന് കിടക്കാനൊക്കെ പറഞ്ഞു. ആനന്ദിന് ദേഷ്യമായിരുന്നു. മിണ്ടാതെ പോയിക്കോ, ഞാൻ എവിടെ കിടന്നാൽ നിനക്കെന്താ? വെറുതെ ഇവിടെ കിടന്ന് ഒച്ചപ്പാടും വേളം ഉണ്ടാക്കിയിട്ട് വീട്ടുകാരെ കൂടെ ഇനി ഉണർത്തേണ്ട കാര്യമില്ല, മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങിക്കോളാനൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. ശ്രീദേവിക്ക് മനസ്സിലായി ഒരു സീനുണ്ടാവുമെന്ന്. താനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശ്രീദേവി സങ്കടത്തോടെ മുറിയിലേക്ക് കയറി പോവാണ്.
ഈ സമയം ബാലനാണെങ്കിലോ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഗോമതി പതുക്കെ കിടന്നൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാലൻ മുറി കൂടെ ഇങ്ങനെ നടക്കുവാണ്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. ആനന്ദിന്റെ ഇപ്പോഴത്തെ സ്വഭാവം അത് ബാലന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ദേവിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇതിനൊരു മാറ്റം ഉണ്ടാവണമല്ലോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗോമതി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ബാലന് ഉറങ്ങാതെ മുറിയിൽ ഇരിക്കുന്നുണ്ട്. എന്താ ബാലേട്ടാ? ബാലേട്ടന് ഉറക്കം വരുന്നില്ലെന്ന് ചോദിച്ചു. എന്താണെന്നറിയത്തില്ല ഗോമതി, എനിക്കാണെങ്കിൽ ഒട്ടും ഉറക്കം വരുന്നില്ല. എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ബാലേട്ടാ. ബാലേട്ടൻ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് കാട് കയറിയിട്ടാന്ന് പറഞ്ഞു. ഏയ് അതൊന്നുമല്ല, ആനന്ദിന്റെ കാര്യം അറിയാലോ. ദേവിമോളുമായിട്ട് അത്ര രസത്തിലാന്ന് തോന്നില്ല. ഒരു പക്ഷേ ദേവിമോള് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് കരുതി ആനന്ദിരിക്കുന്നത്. ദേവിമോളുടെ കുഴപ്പമില്ല, അലോ കാരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഗോമതി. പക്ഷേ ഇതിന്റെ പേരിൽ ദേവമോള് കാണിക്കുന്ന അവഗണന ഉണ്ടല്ലോ, അത് മാറ്റിയെടുക്കണം. ആനന്ദിനെ നമുക്ക് പഴയ ആ ഒരു ആനന്ദാക്കി മാറ്റണമെന്ന് പറഞ്ഞു. ഗോമതി, ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആനന്ദിന്റെ മുഖത്ത് നോക്കാൻ പോലും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. സാരമില്ല ബാലേട്ടൻ വന്ന് കിടക്കാൻ പറഞ്ഞു. നീ കിടന്നോ, എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ കിടന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ബാലൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ ഹാളി വന്ന് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ബാലൻ ആ കാഴ്ച കാണുന്നത്. സിറ്റ് ഔട്ടിൽ കിടക്കണേ ആനന്ദിനെ കാണുന്നത്. ആനന്ദിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലനോർത്തു, ഇവരെന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? അങ്ങനെ ആനന്ദിനെ പോയി വിളിക്കുകയാണ്. എടാ ആനന്ദേ, എഴുന്നേക്കടാ, നീ എന്താ ഇവിടെ കിടക്കണമെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ അച്ഛൻ ഞാനും. എന്താടാ നിനക്കിത് എന്താ പറ്റിയത്? നീ എഴുന്നേറ്റ്, നീ എന്തിനാ മുറി പോയി കിടക്കാത്ത? ഇവിടെ കിടക്കണമെന്ന് ചോദിച്ചു. അല്ല ചുമ്മാ ഞാൻ വന്ന് കിടന്ന മുറിക്കകത്ത് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. എടാ എന്നോട് കള്ളത്തരം പറയണ്ട, നിന്റെ അച്ഛനാ ഞാൻ, നിനക്കറിയാലോ. വെറുതെ നീ മുറി പോയി കിടക്കാത്തല്ലെന്ന് എനിക്കറിയാം. ദേവമോളോടുള്ള ദേഷ്യമായിരിക്കില്ലേ. എടാ അവൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്തിട്ടില്ല. അവൾ ഒരിക്കലും അങ്ങനെ കുഞ്ഞിനെ മനഃപൂർവ്വം നശിപ്പിച്ച് കളയാൻ നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല അച്ഛാ, അത് നീ ഈ ചെയ്യുന്നതൊക്കെ ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആനന്ദേ? നീ നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ട്. നീ മുറിയിൽ പോയി കിടക്കാൻ പറഞ്ഞു. അല്ലച്ചാ അത് പിന്നെ വേണ്ട, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ ഇവിടെ വന്ന് കിടക്കാമെന്ന് പറഞ്ഞു. വേണ്ട ഞാൻ മുറിയിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അവിടെ നിൽക്കാൻ പറഞ്ഞു. നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നീ നിന്റെ അച്ഛനോട് പറയണം, അറിയാലോ. നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, പിന്നെ നിനക്ക് എന്താടാ ഇങ്ങനെ? സംഭവിക്കാനുള്ള സംഭവിച്ചു. ഒരു പക്ഷേ ആ കുഞ്ഞിനെ ദൈവം വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മാത്രം മതി. അതിന് പേരിൽ നീ ഇങ്ങനെ സങ്കടപ്പെടുന്ന കാണുമ്പോൾ നിന്റെ അമ്മയ്ക്ക്, എനിക്ക്, ദേവിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് നിനക്കറിയാവുന്ന ചോദിച്ചു. ശരി അച്ഛാ, എങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആനന്ദ് മുറിയിലേക്ക് പോയി. ആനന്ദിന് മുറിയിൽ ചെന്നിട്ട് അവിടെ കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ശ്രീദേവിയുടെ കൂടെ മുറിയിൽ കിടക്കാന്ന് പറഞ്ഞാൽ ആനന്ദിനെ ഇപ്പൊ കൊല്ലുന്നതിന് തുല്യമാണ്. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ മിത്ര മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മീനാക്ഷി ചേച്ചി, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്ത്? ഈ ആനന്ദേട്ടനും ശ്രീദേവി ചേച്ചി തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിച്ചു. അതെന്താ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അത് നീ നിന്റെ പോലീസ് ബുദ്ധിയിൽ ചിന്തിക്കുന്നോണ്ടായിരിക്കും. അതുകൊണ്ടല്ല, അവർക്കിടയിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ കുറച്ച് നാളുകളായിട്ട് ശ്രദ്ധിക്കുന്ന. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ശ്രീദേവിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിലും ആനന്ദേണ് ശ്രീദേവിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഗർഭിണിയാന്ന് അറിഞ്ഞതിന് ശേഷമല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിച്ചു. അത് ശരിയാണല്ലോ, അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നേ. ശ്രീദേവിച്ച് ആനന്ദേണ്ടും അത് മൂടി വെക്കുക നമ്മളിന്ന്. മീനാക്ഷി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കണം, അത് ഉറപ്പായിട്ടും നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.